നമസ്കാരം, ഞാൻ ശ്രീരാം. നമ്മളുള്ളത് MG റോഡിലെ ചർച്ച് സ്ട്രീറ്റിലാണ്. കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വൈകിട്ടൊന്ന് നടക്കാനിറങ്ങിയതാണ്. അപ്പോൾ എല്ലാവർക്കും കേരള ക്ലിക്സിൻ്റെ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. മെട്രോ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമ്മുടെ ബാംഗ്ലൂർ മെട്രോയിലെ PTMൽ പോയിട്ട് നമ്മുടെ QR ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മളിപ്പോൾ വിധാൻ സൗദിയിൽ നിന്ന് കയറിയിട്ട് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് MG റോഡിലേക്കാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ബുക്ക് ചെയ്യുമ്പം എന്തായാലും കുറച്ചൊരു പൈസയ്ക്ക് കുറവുണ്ടാവും. എന്തായാലും ഈ വാട്സപ്പ് വഴിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഇടയ്ക്ക് യൂസ് ചെയ്യാനുള്ളൂ മെട്രോ. 14.4 രൂപ കാണിക്കണ്ടേ, നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. മെട്രോൻ്റെ പരിസരം എല്ലായിടത്തും ഓൾമോസ്റ്റ് സെൻട്രലൈസ്ഡ് AC ആണ് കേട്ടോ. നല്ല വൃത്തിക്ക് തന്നെയാണ് ഇവർ കൊണ്ടുനടക്കുന്നത്. നമ്മുടെ കൊച്ചി മെട്രോ പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ മെട്രോ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടാപ്പ് ടു വ്യൂ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെട്രോ ടിക്കറ്റ് വരും. വ്യൂ കൊണ്ട് നമ്മൾ ഇത് നൈസായിട്ട് എടുക്കുക, എന്നിട്ട് ഈ സ്കാനറിൽ അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ടത് MG റോഡിലേക്കാണ്. നമ്മളപ്പം ഇപ്പോൾ കറൻലി ഉള്ളത് എവിടെയാണ്? അതാണ്ട് ഈ BR അംബേദ്കർ വിധാൻ സൗദയിലുള്ളത്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റേഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേഷനാണ് മഹാത്മാഗാന്ധി റോഡ്. ഇപ്പോൾ ടുവേർഡ്സ് വൈറ്റ് ഫീൽഡ് കടുകൂടിയാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. ഇവിടെ ഇപ്പോൾ കറൻലി 2 പ്ലാറ്റ്ഫോമും അടുത്തടുത്ത് തന്നെയാണ്. മജസ്റ്റിക്കിൽ മാത്രമേ ക്രോസ് വരുന്നുള്ളൂ. അപ്പോൾ അവിടെ മാത്രമേ കുറച്ച് കൺഫ്യൂഷൻ്റെ ആവശ്യം. മെട്രോ നേരെ വൈറ്റ് ഫീൽഡിലേക്ക് പോകും. നമ്മളിപ്പോൾ നേരെ ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ MG റോഡിലാണ്. നമ്മളവിടുന്ന് ഏകദേശം 200 മീറ്റർ നടക്കാനുള്ളൂ. അതായത് ഇറങ്ങിയായി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടുവേർഡ്സ് സ്ട്രീറ്റ് ബ്രിഗേഡ് റോഡ്. ധാരാളം ഫുഡ് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും കാണാം. KFC, മഗ്ഡി. ഈ റൈറ്റ് സൈഡിലാണെങ്കിൽ ചായക്കടകൾ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ കോടികളൊക്കെ ആയിരിക്കും ഇവരുടെ ബിസിനസ് തോന്നുന്നുണ്ട് പെർ ഡേ. അത് കുറച്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ മുകളിലൊരു ബാറും പബ്ബും അന്നുണ്ട്. എന്തിനാണ് ചർച്ച് സ്ട്രീറ്റിലേക്ക് വരുന്ന ആൾക്കാർ? അത്യാവശ്യം നല്ലോണം കാശുള്ള ആൾക്കാർ വന്നാലേ എന്തെങ്കിലും ഷോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ചുമ്മാ വായി നോക്കിയിരിക്കാൻ തന്നെയാണ്. ആംബിയൻസും ഈ ഒരു രാത്രി ലൈറ്റപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു എൻവയൺമെൻറ്റും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി അല്ലേ. അപ്പോൾ എന്തായാലും ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ ചർച്ച് സ്ട്രീറ്റ്. ഏതാണ്ട് ഒരു ചേട്ടൻ ഇവിടെ ബലൂണൊക്കെ വെച്ച് കുട്ടികളെ കളിപ്പിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ, ചെറിയ കുട്ടി. അപ്പോൾ നല്ല രസമുണ്ട്. മൊത്തത്തിൽ രാത്രി വൈബാണ്. അതാണ് ചർച്ച് സ്ട്രീറ്റ്. ഈ കാണുന്നത് ഈ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ളത് ബ്രിഗേഡ് റോഡാണ് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നത്. ഒരു അണ്ടർ ആർമറിൻ്റെ ഷോപ്പും ഇവിടെ നൈക്കുമാണ് കേട്ടോ. ഈ രണ്ടറാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൻ്റെ നടുവിൽ നമ്മുടെ മഞ്ഞ കളർ ജിമ്മി നിർത്തി വിട്ടിട്ടുണ്ട്. നമ്മൾ വന്ന മെട്രോ പോകുന്നത് കാണാം കേട്ടോ. ഇതേപോലെ ആഷ്പോഷ് വണ്ടികളൊക്കെ ധാരാളം കാണാം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാർ സ്പോട്ടിങ് ഏരിയയും കൂടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ച് കാണാം. പിന്നെ അവിടുത്തെ പോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ധാരാളം ബേക്കറികളും റെസ്റ്റോറൻറ്റ്സും കാണാൻ കഴിയുമേ. ഇവിടെയൊക്കെ ആൾക്കാർ വന്നു പോയിട്ടും സ്ട്രീറ്റും കാര്യങ്ങളും വൃത്തിയായിട്ട് തന്നെ കേട്ടോ അവർ സൂക്ഷിച്ചിരിക്കുന്നത്. അത് നമ്മുടെ SM സ്ട്രീറ്റുകാർ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്രയും പേര് ഏകദേശം അതിൻ്റെ ഒരു 10 ഇരട്ടി ആൾക്കാരെങ്കിലും ഇവിടെ വരുന്നുണ്ടാവും SM സ്ട്രീറ്റിൽ വരുന്നുണ്ട്. എന്നിട്ടും വലിയ വൃത്തികേടില്ലാതെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ബാംഗ്ലൂരിൻ്റെ മറ്റു ഭാഗങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ഒരു ഭാഗം സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. അത് ഇവിടെ വരുന്ന ആൾക്കാരെയും കൂടെ സമ്മതിച്ചു കൊടുക്കണം. പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മലയാളികളുടെ അതിപ്രസരം തന്നെയാണ് ഇവിടെ. എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരു അംഗീകാരം കൊടുത്തേ പറ്റും. ഇവിടെ പിള്ളേർ കളിക്കാനുള്ള ഒരു സംഭവം കണ്ടു കേട്ടോ, അമീബ എന്ന് പറഞ്ഞിട്ട്. ഈ ഇടയ്ക്കുള്ള കുറച്ച് ഭാഗം തിരക്ക് കുറവാണെങ്കിലും ആ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും തിരക്ക് കൂടുന്നുണ്ട്. അപ്പം ബാഗിൻ്റെ ഷോപ്പുകളും മറ്റും കാണാം. ബേസിക്കലി അതൊരു ബാർ പബ് എന്തോ ആണ്. സോ അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാണാം. വലതുഭാഗത്ത് ഒരു പിസ്സ ബേക്കറി എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് തിരക്ക് പൊതുവേ കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നു. ഇതിനിടയിൽ ഒരു ചേട്ടൻ ഇവിടെ ചീസ് കേക്ക് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് കേട്ടോ. അതും പല ബാറും പബ്ബും കാണാം. നമ്മുടെ നാട്ടിൽ കാണാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മളിതിന് എടുത്ത് പറയുന്നത്. ഇവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് വളരെ മനോഹരമായിട്ട് ഒരുക്കി വെച്ചിട്ടും കാണാം കേട്ടോ. ഈ ഒരു സ്ട്രീറ്റിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു സൈഡിൽ ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളുമാണ്. റെസ്റ്റോറൻറ്റ്സ്, ബാറുകൾ, പബ്ബുകൾ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ശരി എന്നാൽ.